ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകങ്ങളായ 11ഉം 12ഉം ശ്ലോകങ്ങളാണ്. ശ്രീമൻ നാരായണീയം ദശകം 77 ഉപശ്ലോകോത്പത്തി ജരാസന്ധയുദ്ധം മുചുകുന്ദമോക്ഷം. ശ്ലോകം 11. ഐക്ഷ്വാകോഹം വിരക്തോസ്മ്യഖിലനൃപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷി ഹാ ദേവേതി സ്തുവന്തം വരവിദതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേ സ്തുല്യാഞ്ച ഭക്തിം ധുതസകലമലം മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാവിശുദ്ധ്യൈ തപ ഇതി ച തദാ പ്രാർത്ഥലോകപ്രതീത്यै. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഐക്ഷ്വാകോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത് പ്രസാദൈക കാംക്ഷി ഹാ ദേവേതി സ്തുവന്തം വര വിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേ സ്തുല്യാം ച ഭക്തിം ധുത സകലമലാം മോക്ഷം അപ്യാശു ദത്വാ കാര്യം ഹിംസാവിശുദ്ധ്യൈ തപ ഇതി ച തദാ പ്രാർത്ഥലോകപ്രതീത്यै. അർത്ഥം: ഹാ ദേവ, അല്ലയോ ദേവ, അഹം ഞാൻ, ഐക്ഷ്വാക ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാജാവ്, അഖില നൃപസുഖേ രാജാക്കന്മാർ കൊതിക്കുന്ന സുഖങ്ങളിൽ വിരക്ത താൽപ്പര്യമില്ലാത്തവനും, തുത്പ്രസാദൈക കാംക്ഷി അങ്ങയുടെ അനുഗ്രഹം മാത്രം കൊതിക്കുന്നവനും അസ്മി ആകുന്നു. ഇതി ഇപ്രകാരം പറഞ്ഞിട്ട് സ്തുവന്തം സ്തുതിക്കുന്ന തം അവനെ വരവിദതിഷു വരസമൂഹങ്ങളിൽ നിസ്പൃഹം ആഗ്രഹമില്ലാത്തവനുമായി വീക്ഷ്യ കണ്ടിട്ട് ഹൃഷ്യൻ സന്തോഷിച്ചു മുക്തേ മോക്ഷത്തിന് തുല്യാം തുല്യമായ ഭക്തിം ച ഭക്തിയെയും ധുതസകലമലം എല്ലാ പാപവും കഴുകിക്കളയുന്ന മോക്ഷ അപി മോക്ഷവും ആശു വേഗം ദത്വ കൊടുത്തിട്ട് തത് അപ്പോൾ ഹിംസാവിശുദ്ധ്യൈ ഹിംസയിൽ നിന്ന് മുക്തിയുണ്ടാകുവാൻ തപ തപസ്സും കാര്യം ഇതി ചെയ്യപ്പെടണമെന്ന് ലോകപ്രതീത്यै ലോകാനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥ ച പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുക എന്ന് നോക്കാം. ഐക്ഷ്വാക അഹം ഐക്ഷ്വാകോഹം ച്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിരക്ത അസ്മി അഖില നൃപസുഖേ ചേർത്തിട്ട് വിരക്തോസ്മി അഖില നൃപസുഖേ. ത എന്നുള്ളത് കാ ത എന്നാണ്. അഖില എന്നുള്ളതിൻ്റെ കീന്ന് നന്നായിട്ട് ഊന്നി പറയണം. നൃപസുഖേ ഖേ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ത്വത്പ്രസാദൈക കാംക്ഷി ത്വത്പ്രസാദൈക കാംക്ഷി ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹാ ദേവേതി സ്തുവന്തം വരവിദതിഷു തം നിസ്പൃഹം വീക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹൃഷ്യൻ മുക്തേ സ്തുല്യാഞ്ച ഞ്ച എന്നുള്ള അക്ഷരം ഞാ ച എന്നാണ്. ഭക്തിം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധുത സകലമലം ധുത ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മോക്ഷം അപി ആശു മോക്ഷമപ്യാശു ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദത്വാ കാര്യം ഹിംസാവിശുദ്ധ്യൈ ധ്യൈ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തപ ഇതി ച തദാ പ്രാർത്ഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ലോകപ്രതീത്यै ഐക്ഷ്വാകോഹം വിരക്തോസ്മ്യഖില
तृप्तोऽस्म्यखिलनृपसुखे त्वत्प्रसादैककाङ्क्षी हा देवेदि स्तुवन्दं वरविदतिषुतं निःस्पृहं वीक्ष्य हृष्यन् मुक्तेस्तुल्याञ्च भक्तिं धुतसकलमलं मोक्षमप्याशु दत्त्वा कार्यं हिंसा विशुद्ध्यै തപ ഇതി ച തദാ പ്രാർത്ഥലോകപ്രതീത്यै. അടുത്തത് 12ാമത്തെ ശ്ലോകം. തദനു മഥുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈഃ പുരേവ നിവാരിതഃ ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധിനഗരീം യാതോ വാതാലയേശ്വര പാഹി മാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തദനു മഥുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധ പതിന മാർഗേ സൈന്യൈ പുരേവ നിവാരിതഃ ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധി നഗരീം യാതോ വാതാലയേശ്വര പാഹി മാം. അർത്ഥം: തദനു അനന്തരം, മഥുരാം മഥുരാ നഗരത്തെ, ഗത്വ ഗമിച്ചിട്ട്, യവനാഹൃതാം യവനൻ ആനയിച്ച, ചമൂം സൈന്യത്തെ, ഹത്വ കൊന്നൊടുക്കിയിട്ട്, പുരാ ഇവ പലപ്പോഴും പണ്ട് ചെയ്തതുപോലെ, മാർഗേ വഴിയിൽ, മഗധപതിന മഗധ രാജാവായ ജരാസന്ധനാൽ, സൈന്യൈ സേനകളോടുകൂടി, നിവാരിത തടയപ്പെട്ടവനായിട്ട്, ദർപ്പായ അവന് അഹങ്കാരം ഉണ്ടാക്കാൻ വേണ്ടി, അസ്മൈ ഈ ജരാസന്ധനായിക്കൊണ്ട്, ചരമവിജയം അവസാനത്തെ യുദ്ധവിജയം, പ്രദായ കൊടുത്തിട്ട്, പലായിത പിന്തിരിഞ്ഞോടുന്നവനും, ജലധി നഗരീം സമുദ്രത്തിലെ നഗരത്തെ, അതായത് ദ്വാരകയെ, യാത പോയവനും ആയ, വാതാലയേശ്വര ഗുരുവായൂരപ്പ, മാം എന്നെ, പാഹി ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചാലും. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. തദനു, ദ എന്നുള്ളത് ദയയിലത്തെ, മഥുരാം, ഥു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധപതിന, മഗധ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മാർഗേ സൈന്യ, അവിടെ വിസർഗം. പുരേവ നിവാരിത, അവിടെയും വിസർഗം. ചരമവിജയം ദർപ്പായാസ്മൈ, ദർപ്പായ അസ്മൈ ചേർത്തിട്ട് ദർപ്പായാസ്മൈ, പ്രദായ പലായിതോ ജലധി നഗരീം, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. യാതോ വാതാലയേശ്വര പാഹി മാം. തദനു മഥുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈ പുരേവ നിവാരിതഃ ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധി നഗരീം യാതോ വാതാലയേശ്വര പാഹി മാം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.